പ്രശാന്തിൻ്റെ കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിന് NDA മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് നമ്മൾ ആ ഗവൺമെൻറ് മൂന്നാം തവണ വന്നപ്പം മുതൽ ഇങ്ങനെ ആളുകൾ പറയുന്നതാണ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അതങ്ങനെ സംഭവിക്കില്ല എന്ന് ചർച്ചകളിൽ അത് അസാധ്യമാണല്ലോ. പക്ഷേ അന്തരീക്ഷത്തിൽ എപ്പോഴും ആ ചോദ്യമുണ്ട്, അങ്ങനെ ഒരു നീക്കം താഴെത്തട്ടിൽ നടക്കുന്നുണ്ടോ നമ്മളറിയാതെ മീൻസ് ഗവൺമെൻറ് പിന്നെ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടെന്നാണ് അത് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടും തന്നെ അതിന് BJP തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുകയാണ്. കാരണം 2024 BJPക്ക് മൃഗീയ ഭൂരിപക്ഷം വന്നാൽ ജനങ്ങൾ ഇറങ്ങി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ഒരു നീക്കം ശരിക്കും പറഞ്ഞാൽ പാളിപ്പോയതെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് കുറച്ച് കൂടുതൽ ഉദ്ദേശിക്കാത്ത സീറ്റുകൾ കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറായിരുന്നിട്ടുണ്ടെങ്കിൽ അത് പാളിപ്പോയി. ഇപ്പം ഇതിന് വീണ്ടും തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അടിത്തട്ടിൽ സജീവമായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കുന്നു, അല്ലെങ്കിൽ അതിന് അമേരിക്ക കൂട്ടുനിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു റിപ്പോർട്ട് ഉണ്ട്. അത് വ്യക്തത വരുത്താത്തത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. കാരണം അതിന് വ്യക്തത വരുത്താൻ പറ്റത്തില്ലല്ലോ. അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന രീതിയാണല്ലോ. അത് അമേരിക്കയിലെ ചില ചരസംഘടനകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ഇപ്പോൾ ആക്കം കൂട്ടിയിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പതനം, അതിനുശേഷം ഷേഖ് ഹസീന നാടുവിട്ട വിഷയം, ഇതെല്ലാം ഇതിനോട് കൂട്ടി വായിക്കുന്നുണ്ട്. അപ്പോൾ TDPയെ പിടിച്ചുകൊണ്ടായിരിക്കും അത് സാധ്യമാകുന്നത്. അതിന് ഇപ്പോഴത്തെ ഒരു പുതിയ ബില്ല് വന്നല്ലോ, വഖഫ് ബോർഡ് ബില്ല്, അത് കാരണമാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. വഖഫ് ബോർഡ് ബില്ല് മുസ്ലിം വോട്ടുകൾ കൂടുതലും TDPക്കുണ്ട്. മുസ്ലിം വോട്ടുകൾ മാത്രമൊന്നുമല്ല TDPക്കുള്ളത്. അപ്പം ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് TDP അതിന് കൂട്ടുനിൽക്കും. സമയമാവുമ്പോൾ അത് സംഭവിച്ചു. TDPയുടെ മാത്രം അംഗസംഖ്യ കൊണ്ട് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ പറ്റും? അല്ല, പറ്റത്തില്ല, പറയുകയാണ്. TDP മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. TDPയും JDU ഉണ്ടല്ലോ, പിന്നെ ചില സ്വതന്ത്ര MLA വരുന്നുണ്ടല്ലോ. ഞാനീ പറഞ്ഞത് അവരെ മാറ്റിക്കൊണ്ട്, അതായത് ജെനിഫർ എന്ന് പറയുന്നൊരു സ്ത്രീയെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെന്നും ഇവരെ നമ്മുടെ OWൈസിയെ പലവട്ടം കണ്ടെന്നും ഈ പറയുന്ന പോലെ രേവന്ത് റെഡ്ഡി തെലുങ്ക് ദേശം മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നും TDP നേതാവ് ചന്ദ്രബാബുവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നും ഇതിനുവേണ്ടി ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് ആന്ധ്ര ബാസ്പെറ്റിക് ചർച്ച് എന്ന് പറയുന്ന ഒരു സംഘടന, അത് അമേരിക്ക സംഘടനയാണ്. ബാസ്പെറ്റിക് ചർച്ച് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇതിങ്ങനെ അമേരിക്ക ഇത്തരത്തിലുള്ള സംഘടനകൾ ലോകത്ത് അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനും ചില മതപരിവർത്തന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും ഈ താഴെത്തട്ടിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു സമരത്തെ ഉടലെടുപ്പിച്ച് ആ സമരം ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ആ സമരം ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചാൽ തന്നെ സ്ഥിരതയുള്ളൊരു ഗവൺമെൻറ് അപ്പുറത്ത് വരത്തില്ല, പക്ഷേ അസ്ഥിരമാക്കാൻ സാധിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള നീക്കത്തിന്. അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ നീക്കം, മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതിനകത്ത് തടസ്സം നിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ TDP മാറിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമുക്ക് കണക്ക് പരിശോധിച്ചാൽ 543 സീറ്റുണ്ടല്ലോ. അതിനകത്ത് TDP മാറിക്കഴിഞ്ഞാൽ തന്നെ മൊത്തം അവർക്ക് 293 ഉള്ളത്. അപ്പം TDP മാറിക്കഴിഞ്ഞാൽ തന്നെ 277 വരും. 272 മറ്റോ മതി, വീണ്ടും 5 കേൾക്കുക. അപ്പോൾ സ്വതന്ത്രന്മാരെ ഒക്കെ പിടിച്ചുകൊണ്ട് മാത്രമേ അതിന് സാധ്യമാകത്തുള്ളൂ. BJP അതിനെല്ലാം തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. ഈ TDPയെ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെ മാത്രം പിടിച്ചാൽ ഗവൺമെൻറ് മറിയത്തില്ല. എന്നാലും കേവലം 4-5 സീറ്റിൻ്റെ ഭൂരിപക്ഷമുണ്ട്. സ്വതന്ത്രന്മാരെയും കൂടെ പിടിച്ചാലേ അപ്പോഴും മറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJPയുടെ അടുത്ത കാലത്തെ രാഷ്ട്രീയ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ദിവസങ്ങളിൽ DMK ആയിട്ടൊരു രാജ്നാഥ് സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ കരുണാനിധിയുടെ ഒരു നാണയം പുറത്തിറക്കി. അതിനകത്ത് വലിയ ആഹ്ലാദത്തിലായിരുന്നു. ലോകസഭയ്ക്ക് YSR കോൺഗ്രസിന് കൊടുത്തിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. അപ്പം അതൊക്കെ ഒരു തയ്യാറെടുപ്പുകളുടെ ഭാഗമാണ്. മാത്രമല്ല ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ 22 MLA-മാരോ MP-മാരുണ്ടല്ലോ, ആ MP-മാർ ഈ പിന്തുണയ്ക്കേണ്ട, ഇറങ്ങിപ്പോയാലും മതി, അപ്പോഴൊക്കെ ഗവൺമെൻറ് നിലനിർത്താൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഇപ്പം TDP ഈ ചന്ദ്രബാബു നായിഡു അങ്ങ് പോവുകയാണെന്നങ്ങ് വെച്ചു. പോവുകയാണെന്ന് വെച്ചാൽ തന്നെ YSR കോൺഗ്രസിൻ്റെ ഒരു 4 MP-മാർ അവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച അവർ വളർത്തിയിട്ടുണ്ടല്ലോ. നേരത്തെ ഇപ്പോൾ ഇരുന്ന മുഖ്യമന്ത്രിയുടെ അതിനകത്തൊരു 3 MP-മാരുണ്ട്. അതിനകത്തൊരു 2 MP-മാരെ ഇപ്പുറത്ത് വരുത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP വളരെ കൃത്യമായിട്ട് ഒരു നീക്കം ശരത് പവാറിൻ്റെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ശരത് പവാറിന് അതിൻ്റെ 8 MP-മാരുണ്ട്.
ഈ എം പിമാരെ മകളാണല്ലോ ഉള്ളിയുടെ ഒരു വീക്ക്നെസ്. ഇപ്പം ഈ രാഷ്ട്രീയ അധികായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വീക്ക്നെസ് മകളാണ്. അതിനുവേണ്ടി പല കോംപ്രമൈസിനും അല്ലെങ്കിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ചാടുന്ന പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടുള്ളൂ. അവരെ കേന്ദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാക്കാൻ ഉള്ള തീരുമാനം ഉണ്ടെങ്കിൽ അത് ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അതിനൊരു സാഹചര്യം ഉരുത്തിരിയുമ്പോഴല്ലേ ഒരു രാഷ്ട്രീയക്കാരൻ നിലപാട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒക്കെ ഒരു നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്തും നടന്നിട്ടുണ്ട്. അതായത് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ ഈ അമേരിക്കയുടെയൊക്കെ സ്വാധീനം വെച്ചാൽ അദ്ദേഹത്തെ 2019 BJPക്ക് പണി കൊടുത്ത ആളാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല. പിന്നെ ഇപ്പം അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ്, പുള്ളിയുടെ സംസ്ഥാന രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ്സും മോദിയുടെ കൂട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നതാണ് പുള്ളി ബുദ്ധിമാനാക്കി ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പം തന്നെ ഈ അവിടുത്തെ സംസ്ഥാന ഇതിൻ്റെ ഫണ്ടുമൊക്കെ കണ്ടമാനം അനുവദിക്കുകയും നാളെ കാലത്ത് സംസ്ഥാനത്തിൻ്റെ കുറച്ച് കാരണം ഇദ്ദേഹം മാറിയ ഉടനെ മറ്റദ്ദേഹം വരാൻ തയ്യാറായി നിൽക്കുമോ? കാരണം പുള്ളിക്കും ഒത്തിരി ഗുരുക്കളുണ്ടല്ലോ. ഒരിക്കലും രക്ഷപ്പെടാത്ത ജയിൽ ഇടിഞ്ഞാലും ജയിലിൽ നിന്ന് വെളിവരാത്ത രീതിയിൽ അദ്ദേഹത്തെ ജയിലിലാക്കാൻ വേണ്ടിയാണ് ചന്ദ്രബാബു നായിഡു നിൽക്കുന്നത്. കാരണം പരസ്പരം അത്രയ്ക്ക് രാഷ്ട്രീയ വൈര്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ JDUവിൻ്റെ കാര്യം പറഞ്ഞാൽ നിതീഷ് കുമാറിനെ അവിടെ പണിഞ്ഞ് ഒരു പരുവത്തിലാക്കി വെച്ചേക്കുക. നിതീഷ് കുമാർ ഇനി ഇത് വളർത്താൻ നോക്കിയാൽ നിതീഷ് കുമാർ മാത്രമാവും, ബാക്കിയുള്ളവരെല്ലാം അങ്ങ് ഇപ്പുറത്ത് പോകുന്ന രീതിയിലേക്ക് BJP ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം BJPക്ക് ഈ ബംഗ്ലാദേശിലെ വിഷയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചില കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരൊക്കെ, അദ്ദേഹത്തിൻ്റെ പേരെന്തോ സൽമാൻ ഖുർഷിദ് പറഞ്ഞല്ലോ ഇന്നുപോലെ ഇതുപോലെ തന്നെ അവിടെ കയറിയതുപോലെ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആൾക്കാർ കയറുന്ന ഒരു ദിവസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് റാലി സംസാരിച്ചു. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്തില്ല, എന്നാലും നിഷേധിച്ചിട്ടൊന്നുമില്ല. അപ്പം മുകൾത്തട്ട് ആണെങ്കിലും ഇത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി എല്ലാ അടിയൊഴുക്കുകളും ഇന്ത്യയിലെ ഇലക്ഷന് മുമ്പും കഴിഞ്ഞ 10 കൊല്ലം പലവട്ടം നമ്മൾ പല രീതിയിൽ അത് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ പശ്ചിമ ബംഗാൾ വലിയ വിഷയം നടക്കുകയാണ്. ഈ പശ്ചിമ ബംഗാൾ വിഷയം വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ അതൊരു കലാപമായിട്ട് ഇന്ത്യ മൊത്തം പടർന്നാൽ അത് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് മാത്രമല്ല, ഇന്ത്യക്ക് ഇത് നമ്മൾ കണ്ട് ബംഗ്ലാദേശ് സ്റ്റുഡൻസ് ഒരു ന്യായമായ സമരമല്ലേ, പിന്നെ അത് അവിടുത്തെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിലോട്ട് പോയത്. അപ്പം ഈ ഉദ്ദേശം ഇതുപോലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നതിന് ന്യായമായ ഒരു സമരം ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി താഴെത്തട്ടിലുള്ള വർക്ക് വളരെ താമസിച്ചായിരിക്കും മനസ്സിലാവുന്നത്. പിന്നെ ഇന്ത്യയെ പോലുള്ള ഇതിന് സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് നടപ്പാവാകാതെ പോകുന്നത്. പക്ഷേ ഏത് നിമിഷവും അത് നടപ്പാക്കാൻ വേണ്ടി ഇന്ത്യക്ക് അകത്തുള്ള രാജ്യവിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക വളരെ കൃത്യമായിട്ട്, ട്രംപിൻ്റെ കൂട്ടല്ല ബൈഡൻ അതിന് വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് ഇന്ത്യയുടെ വളർച്ചയാണ്, അത് അമേരിക്ക സഹിക്കുന്നില്ല. മാത്രമല്ല ഡോളറിനെ തൊട്ട് കളിച്ചിട്ടുള്ള ഒരു നീക്കം, അത് തൊട്ട് കളിച്ചാൽ ഒന്നുമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നരേന്ദ്രമോദിയാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും അതിനെയെല്ലാം അതിജീവിച്ച് ഗവൺമെൻറ് നിലനിന്ന് തന്നെ പോകുന്ന രീതിയിലേക്ക് BJP തയ്യാറെടുത്തിട്ടുണ്ട്. BJP അത് ഇതിന് ശേഷം വളരെ അഭിപ്രായങ്ങൾ പറയാതെ പമ്മിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് എല്ലാ രാഷ്ട്രീയ ചടില നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണല്ലോ ഇവിടെ അവിടെയും നടക്കുന്നുണ്ട്. എവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ തടയിടാനുള്ളത് അവിടെയും നടക്കുന്നത്, നടത്താനുള്ളത് ഇവിടെയും നടക്കുന്നു. നടത്താനുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അകത്തുള്ള ശക്തികളല്ല, പ്രബലമായ ശക്തി വെളിയിൽ നിന്നുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളും വൻ രാജ്യങ്ങളും വെളിയിൽ നിന്ന് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ഇപ്പം ബാക്കിയുള്ള 4 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുന്നു. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിനകത്ത് BJP ചൂടുറപ്പിക്കുന്ന രീതിയിൽ പോകുന്നു. അതുപോലെ ഈ പറഞ്ഞതുപോലെ ഇവിടെ സോറൻ്റെ അവിടെ കുളത്തിൽ BJP കയ്യിലാക്കിയ പോലെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ജമ്മു കാശ്മീരിലും തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ എല്ലാ രീതിയിലും പരസ്പരം ഭയങ്കര മത്സരത്തിലാണ്. BJPക്കും ജീവൻമരണ പോരാട്ടമാണ് ഇത്. അപ്പുറത്തോട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തോട്ടാണ് ഇലക്ഷനുകളുടെ റിസൾട്ടിന് അനുകൂലം വരുന്നതെങ്കിൽ അവർക്ക് അതൊരു കരുത്താകും. അത് BJPക്ക് വലിയ മുന്നോട്ടുള്ള പോക്കിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതിനെയെല്ലാം തരണം ചെയ്യത്തക്ക രീതിയിലുള്ള നീക്കങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളെ തരണം ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഗവൺമെൻറ്റിനെ മറിക്കാനുള്ള ശ്രമം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെല്ലാ രീതിയിലുള്ള തടയും BJP ഇട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.